വിശേഷം വല്ലതുമായോ എന്ന ചോദ്യത്തിന് ഇത്രമേൽ വേദനയുണ്ടെന്ന് വിവാഹശേഷമാണ് മനസ്സിലാക്കിയത്. ഉള്ളു പിടയുന്ന ആ ചോദ്യം കൊണ്ട് ചോദിക്കുന്നവർക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത്? അവരുടെ എന്ത് ആഗ്രഹമാണ് ആ ഒരു ചോദ്യത്തിലൂടെ നിറവേറുന്നത്? എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഒന്നറിയാം. ആ ചോദ്യം എന്നെ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. കണ്ണുനീർ മറ്റാരും കാണാതെ കണ്ണു തന്നെ മറക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനറിയാതെ കണ്ണ് നിറയാറുണ്ട്. ഒരു കുഞ്ഞുണ്ടാവാന് വർഷങ്ങൾ കാത്തിരുന്ന് ഒടുവിൽ റബ്ബ് വല്ലാത്തൊരു അദ്ഭുതം കാണിച്ചു. അതെന്റെ ഉദരത്തിൽ ഇരട്ട കുഞ്ഞുങ്ങളുടെ രൂപത്തിലായിരുന്നു. അന്നുമുതൽ എന്റെ ചിരിയുടെ വോൾട്ടേജ് കൂടിയെന്ന് ഇക്കയും ഉമ്മയുമൊക്കെ പറയാറുണ്ട്. ശരിയാണ്, ഞാൻ വീണ്ടും പഴയപോലെ ചിരിച്ചു തുടങ്ങി. എന്റെ പൈതങ്ങളുടെ വരവും കാത്തു ദിവസങ്ങൾ ഞാൻ തള്ളി നീക്കി. എന്തൊരു സന്തോഷമായിരുന്നു ആ ദിവസങ്ങൾ! സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടറും പറഞ്ഞു, നല്ല മിടുക്കരായി, പൈതങ്ങൾക്ക് വളർച്ചയൊക്കെ ഉണ്ടെന്ന്. പിന്നീട് സന്തോഷത്തിന്റെ നാളുകൾ. പരിഹാസത്തോടെ നോക്കിയവരുടെ നോട്ടങ്ങൾ എവിടെയോ പോയി മറഞ്ഞു. വിശേഷം വല്ലതുമായോ എന്ന ചോദ്യത്തിന് എന്റെ ഉദരത്തിൽ 2 പൈതങ്ങൾ ഉത്തരമായി. ഇരട്ട കുഞ്ഞുങ്ങളുടെ ഉമ്മയാവാൻ പോകുന്ന ഒരു പെണ്ണിന്റെ മനസ്സ് നിങ്ങൾക്ക് ഓർത്തു നോക്കാൻ കഴിയുമോ? അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ പൊലിവുകൾ, കാത്തിരിപ്പ്, എല്ലാം വല്ലാത്ത അനുഭൂതിയാണ് ഉള്ളിൽ നിറക്കുക. അങ്ങനെ ദിവസങ്ങൾക്ക് എന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ കൂട്ടായി. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവൾ ഞാനായി. പെട്ടെന്ന് ഒരു ദിവസം വല്ലാത്ത വേദന തോന്നിയത് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചു. റബ്ബ് പരീക്ഷണങ്ങളുടെ പട്ടിക തുറന്നത് അന്നാണ്. എന്റെ കണ്ണും ചങ്കും ഒരുപോലെ പിടച്ചത് അന്നാണ്. ആ വാക്ക് എഴുതാന് പോലും കഴിയുന്നില്ലല്ലോ റബ്ബേ. ഇരട്ടകളായ പൈതങ്ങളിൽ നിന്നും ഒരാൾ റബ്ബിലേക്ക് തിരിച്ചെടുക്കാൻ പോകുന്നുവെന്ന്. ഒരു കുഞ്ഞിന്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന്. റബ്ബ് പരീക്ഷിക്കാന് തിരഞ്ഞെടുത്തത് എന്റെ ഉദരത്തിലാകണം. പൈതങ്ങളെ സ്വപ്നം കണ്ടു കഴിയുന്ന എന്നിലേക്ക് തന്നെ റബ്ബ് പരീക്ഷണങ്ങളുടെ സങ്കടം നൽകിയത് എന്തിനാവും കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ പാടുകൾ തീർത്തിരുന്നു. അധികം സങ്കടപ്പെടരുത്. ഇനിയുള്ള ഒരു പൈതലിന് അത് ബാധിക്കും എന്നറിഞ്ഞിട്ടും എനിക്കെന്റെ ചങ്ക് പൊളിയുന്ന വേദന തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. എന്തൊരു വേദനയാണ് റബ്ബേ! 2 പൈതങ്ങൾ കിടക്കുന്നിടത്ത് ഒരാൾക്ക് സ്ഥാനമില്ലാതാവുന്ന സമയത്തിന്. ചോദ്യങ്ങൾ കണ്ണിൽ നിന്നും ഉദരത്തിലെത്തി മുറിഞ്ഞുപോയി. ഇനിയുള്ള ഒരു പൈതലിനു വേണ്ടി പ്രാർത്ഥിച്ച് കരയാത്ത ദിവസങ്ങളില്ല. ചെങ്കിൽ തീ നിറച്ച് കരയാത്ത സമയങ്ങളില്ല. പക്ഷേ അവിടെയും റബ്ബ് എന്നെ പരീക്ഷിച്ചു. എന്റെ അവസാനത്തെ പൈതലിനെയും റബ്ബ് ദിവസങ്ങൾക്കകം തിരിച്ചെടുത്തു. കണ്ണ് നിറയുന്നുണ്ട്. ഇതെഴുതുമ്പോൾ ഉള്ള് വല്ലാതെ നീറുന്നുണ്ട്. ഒരു തേങ്ങലായി എന്റെ ഉള്ളിൽ കുടിയേറി. ഗർഭം ചുമന്ന് 5-6 മാസങ്ങൾ വേറ്റിലും ചങ്കിലും കൊണ്ട് നടന്ന് ഒടുവിൽ അബോർഷനിലൂടെ കാത്തിരുന്ന് കൊതിപ്പിച്ച പൈതലിനെ നഷ്ടപ്പെട്ടവരുടെ ജീവിതം ഓർത്തു നോക്കിയിട്ടുണ്ടോ? മരിച്ച വീട് പോലെ അവളുടെ വേർ കാലിയാകുന്നത് നിങ്ങൾക്ക് ഓർത്തു നോക്കാൻ കഴിയുന്നുണ്ടോ? അവളുടെ ചിരി പെട്ടെന്ന് മായുന്നത് കിടക്കുമ്പോഴും ഭാരമുള്ളത് പിടിക്കുമ്പോഴും 6 മാസം അവൾ ശ്രദ്ധിച്ചപോലെ അബോർഷൻ സംഭവിച്ചതിനു ശേഷവും തന്റെ വയറ്റിൽ കുഞ്ഞുണ്ട് എന്ന ഓർമ്മയിൽ വീണ്ടും അങ്ങനെ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കാഴ്ചയിൽ പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ താന് ഗർഭിണി അല്ലല്ലോ എന്നോർക്കുമ്പോൾ അവളുടെ കണ്ണും ചങ്കും പിടക്കുന്നത് നിങ്ങൾക്ക് കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒടുവിൽ ബാക്കിയാകുന്നത് ഒരു കാര്യവുമില്ലാതെ ചെയ്യുന്ന പ്രസവരക്ഷയും ഇല്ലാത്ത പൈതലിനു വേണ്ടി ചുരത്തുന്ന പാലും മാത്രം. ഇതെന്റെ മാത്രം കഥയല്ല. ഞാനറിയുന്ന കുറച്ച് പെണ്ണുങ്ങളുടെ ചങ്ക് പിടഞ്ഞ് ഇപ്പോഴും എവിടെയൊക്കെയോ സംഭവിക്കുന്ന, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. വിശേഷം വല്ലതുമായോ എന്ന നെറികെട്ട ചോദ്യം വീണ്ടും എന്റെ ഗർഭപാത്രത്തിൽ തട്ടി പ്രതിധ്വനിക്കുന്നുണ്ട്. യാ റബ്ബ്, പ്രാർത്ഥനകളുടെ കൈകൾ നിന്നിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നീളുകയാണ്. എനിക്ക് നഷ്ടമായ 2 പൈതങ്ങളുടെ പകരമായി അവരെ ഞാൻ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് കണ്ടോളാം. എനിക്കാലോലിക്കാന് അവരുടെ എന്റെ ഉദരത്തിൽ കിടന്ന നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കി. പ്രതീക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. ഉമ്മയാവാൻ. ചിരി വീണ്ടും തിരിച്ചു പിടിക്കാന്.